നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു പഴംപുളിശ്ശേരി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന മധുരപ്പച്ചടിയൊക്കെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും കേട്ടോ ഈ ഒരു പഴംപുളിശ്ശേരി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്തു പോയിട്ടൊന്നുമില്ല, എന്നാൽ പഴുത്തിട്ടുണ്ട് താനും. ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി പൊളിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണേ. ആദ്യം നടുകെ ഒന്ന് മുറിച്ചു കൊടുക്കുക, എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും ഒന്ന് നടുകെ മുറിക്കുക. എന്നിട്ട് 4 കഷ്ണമാക്കി എടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കറുത്ത ഭാഗം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കളയാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും കളഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും ഇതിൻ്റെ നടുഭാഗത്തുള്ള കറുപ്പ് ഭാഗങ്ങൾ കളയുന്നുണ്ട് കേട്ടോ. 4 കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ചെറിയ കഷ്ണമാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത്. അപ്പോൾ നമ്മളിവിടെ പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പഴം പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചട്ടിയിലേക്ക് ഇട്ട് തന്നെ വേവിച്ചെടുക്കാം. പഴം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് മോരൊക്കെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കണേ. ഈ പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ചേർക്കാം. കുരുമുളക് ഒരു 10-15 എണ്ണം ഉണ്ടാകുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുമല്ലോ, കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അടിച്ച് കുറേ ലൂസാക്കി കളയണ്ട. നമ്മൾ തേങ്ങ ഇറങ്ങി അരച്ച് വരുമ്പോഴേക്കും പഴമൊക്കെ വെന്തിട്ടുണ്ടാവുക. ഇത് കണ്ടില്ലേ, പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ജീരകത്തിൻ്റെയും തേങ്ങേൻ്റെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാളും നല്ലത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോഴായിരിക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ആദ്യം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് മതിയാകൂല. അപ്പോൾ ഈ ഒരു സമയത്ത് തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കുക. എന്നിട്ട് എത്ര വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെടുക്കുന്ന മോരിൻ്റെയൊക്കെ പുളി അനുസരിച്ച് ചിലപ്പോൾ ഉപ്പിൻ്റെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവുക. നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തൈര് അധികം പുളിയുള്ളതായിരിക്കരുത് കേട്ടോ. പാകത്തിന് പുളിയുള്ളതായാൽ മതി. ഒരുപാട് പുളിയുള്ള മോരാണെങ്കിൽ അത്ര നന്നായിട്ട് വരില്ല. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടെ ഇടണേ. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടട്ടെ കേട്ടോ. മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഇളക്കിയിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് വറുത്തതിൻ്റെ രുചിയും മണമൊക്കെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വെറുതെ പറയുന്നതല്ല. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.